റവന്യൂ മന്ത്രി രാജന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെൻറ്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങളവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന് തുടരുന്നുണ്ട് പുതിയ വിവരങ്ങൾ നൽകാൻ. അരുൺ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളിലും എവിടെയാണോ അർജുൻ ഉള്ളത് എന്ന് സംശയിക്കുന്നത് ആ ഭാഗത്ത് തിരച്ചിലില്ല. ഈ അർജുൻ മാത്രമല്ല, ഏതാണ്ട് അർജുൻ അടക്കം 15ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരമുണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങളടക്കം എന്തൊക്കെയാണ്? വേണു, തീർച്ചയായും ഇപ്പോൾ ഈ അർജുന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഉടമ ഉൾപ്പെടെ ആ സ്പോട്ടിലുണ്ട്. അതായത് ഈ അങ്കോളയിൽ ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് തന്നെ അവരുണ്ട്. അവർ പറയുന്നത് തന്നെയാണ് ഇതിലെ യഥാർത്ഥ വശം. അതായത് ഈ രണ്ടിടങ്ങളിലായിട്ടാണ് ഈ മണ്ണ് ഉണ്ടായിരുന്നത്. മണ്ണിടിച്ചിൽ തുടർന്നുണ്ടായ മൺകൂന രണ്ടിടങ്ങളിലായിട്ടാണ് ഉണ്ടായത്. അത് തൊട്ടടുത്താണെങ്കിലും രണ്ട് വശങ്ങളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന് ഈ ദേശീയപാതയിലായിരുന്നു കൂടുതലായി മണ്ണുണ്ടായിരുന്നത്. അവർ ഏകദേശം ആ മണ്ണ് പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. ചളി കട്ട പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു വശത്ത് പുഴ വലിയ രീതിയിൽ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ മറുവശത്ത് ആ വലിയ മൺകൂന ഉണ്ടായിട്ട് പോലും അത് ആദ്യഘട്ടം മുതൽ അവർ ആ കാര്യം തിരിഞ്ഞു നോക്കിയിരുന്നില്ല. അവിടുന്ന് മണ്ണ് നീക്കാനും അവർ ശ്രമിച്ചിരുന്നില്ല. ഇപ്പോൾ ഇത്തരത്തിൽ ഇടപെടൽ ഉണ്ടായിട്ട് പോലും അവർ അതിലേക്ക് കടക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അത്തരത്തിൽ ആ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകൂ എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ മറുവശത്തെ അവർ മണ്ണ് നീക്കം ചെയ്തു. അവിടുന്ന് ഇനി മറ്റൊന്നും കണ്ടെത്താനില്ല. ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്ന ഒരു നടപടി മാത്രമേ ഉള്ളൂ. അതുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മറുവശത്തേക്ക് അവർ നിലവിലിപ്പോൾ അവിടുന്ന് അവരുടെ ഈ അർജുന്റെ ബന്ധുക്കളും ആ സ്പോട്ടിലുള്ളവരും പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ ഈ മറുവശത്തുള്ള മണ്ണ് നീക്കം ചെയ്യുന്നില്ല. അവർ കൂടുതൽ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന പേടി ഉൾപ്പെടെ ഉണ്ടായതുകൊണ്ട് ആ മണ്ണ് നീക്കം ചെയ്യുന്നില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ ഉത്തര കന്നഡ SP ഉൾപ്പെടെ ആ സ്ഥലത്തിപ്പോൾ നിലവിൽ അല്പസമയം മുമ്പ് എത്തിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സർക്കാർ തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇടപെട്ട് സംഭവമാണ്. പോലീസിന് കർശനമായിട്ടുള്ള നിർദ്ദേശം ഈ രക്ഷാപ്രവർത്തനം വേഗത്തിലും ദ്രുതഗതിയിലും ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഉന്നത പോലീസ് സംഘം അവിടെ എത്തിച്ചേരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരും എന്നതാണ് നമുക്ക് പ്രാദേശിക മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഈ നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായ ഇടപെടലിനെ തുടർന്നാണ് അവർ അവിടെ എത്തുന്നത്. ഇനിയെങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാതെ ഇവർ ഈ നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ JCB ഉപയോഗിച്ച് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ആ റോഡിന് അരികത്തും റോഡിലുമായുള്ള മണ്ണ് പൂർണ്ണമായും ചെളിയും നീക്കം ചെയ്ത് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്ന നടപടി മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിന് രക്ഷാപ്രവർത്തനം നമുക്ക് പേര് വിളിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുൻ മാത്രമായിരിക്കില്ല, അതിൽ കൂടുതൽ ഈ അപകടത്തിൽ, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അപകടത്തിൽ പെട്ട് പരിക്കേറ്റ ആ യുവാവ് നൽകിയതനുസരിച്ച് കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, കൂടുതൽ പേരുണ്ടായിരുന്നു എന്ന കാര്യത്തിലും ഇപ്പോൾ ഒരു വ്യക്തത വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മണ്ണിനടിയിൽ ഒരുപക്ഷെ അർജുൻ മാത്രമായിരിക്കില്ല, കൂടുതൽ പേരുണ്ടാകാനുള്ള സാധ്യത പോലും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ അതിലേക്കൊന്നും ഇവരുടെ തെരച്ചിലോ പരിശോധനയോ പോകുന്നില്ല എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൗർഭാഗ്യകരമാണ്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞു. ആ തരത്തിലെങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ മാറ്റം ഉണ്ടാകും നമുക്ക് കരുതാം. NDRF സംഘം അവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചൊവ്വാഴ്ച രാവിലെയാണ് ഈ അപകടം ഉണ്ടായത്. അതിനുശേഷം അന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ NDRFന്റെ പ്രത്യേക സംഘം അവിടെ എത്തിയിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി NDRF സംഘം പോലും അവിടെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തി എന്നിവർ അവകാശപ്പെടുമ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്യാൻ കൂടുതൽ കൃത്യമായൊരു തെരച്ചിലോ രക്ഷാപ്രവർത്തനമോ നടത്താൻ NDRF സംഘത്തിന് പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ അനാസ്ഥയാണ്, മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള കളിയാണ് എന്നുള്ള കാര്യത്തിൽ അതാണ് നമുക്ക് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ഈ രണ്ടാമത്തെ ദിവസം 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയ തെരച്ചിൽ ഇവർ നടത്തിയത് അവിടുത്തെ ഒരു യുവാവ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരച്ചിൽ പോലും പുനരാരംഭിച്ചത്. മറ്റൊരു വിവരം, അതായത് അവർ വലിയ ശക്തമായ മഴ പെയ്യുന്ന ഘട്ടത്തിൽ അവർ അവിടുന്ന് തെരച്ചിൽ നിർത്തിവെക്കും.
പിന്നീട് രാത്രിയും തെരച്ചിൽ നിർത്തിവെക്കും. വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം അവർ തെരച്ചിൽ നടത്താറില്ല എന്നതാണ് പറയുന്നത്. പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ 3-4 ദിവസമായി ഉത്തര കന്നഡ ജില്ലയിൽ ശക്തമായ മഴയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ തെരച്ചിൽ അവരുടെ അനാസ്ഥ ഉണ്ടായിട്ടുള്ള കാര്യവും വ്യക്തമാണ്. ശരി, അർജുനായുള്ള തെരച്ചിൽ ഇനിയും തുടങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. കുടുംബത്തിന് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അർജുൻ കുടുങ്ങിക്കിടക്കുന്ന ഭാഗത്ത് മണ്ണ് നീക്കുകയല്ല ഇപ്പോൾ NDRF സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ബന്ധുക്കളടക്കം പറയുന്നത്.